ഇനി വോയിസ് ബ്രേക്കോ ബാക്കിയുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണം. NCDC നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ NCDC. NCDCയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മളെ കഴിഞ്ഞ കാല ക്ലാസ്സുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓർത്തെടുത്ത് കഴിഞ്ഞാൽ നാഫഡ് നമുക്കറിയാം, അത് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റികളുടെ അപ്പെക്സ് ഫെഡറേഷനാണ്. അതുപോലെ തന്നെ ഇഫ്കോ ഫെർട്ടിലൈസേഴ്സിനെ മാനുഫാക്ചർ ചെയ്യുകയും മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ക്രിപ്കോ ഫെർട്ടിലൈസേഴ്സിനെ മാർക്കറ്റ് ചെയ്യുകയും മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ടെങ്കിലും ഇഫ്കോയുടെ താഴെ രണ്ടാം നിരക്കാരാണ്. ഇഫ്കോയാണ് ഏറ്റവും ലാർജസ്റ്റ് ഫെർട്ടിലൈസേഴ്സിന്റെ മാനുഫാക്ചേഴ്സും മാർക്കറ്റിങ്ങും. അത് കഴിഞ്ഞ് അതിന്റെ തൊട്ടു താഴെ ഫെർട്ടിലൈസേഴ്സിന്റെ മാർക്കറ്റിങ്ങും മാനുഫാക്ചറിങ്ങും ആയിട്ട് മുന്നോട്ട് പോകുന്ന സ്ഥാപനമാണ് ക്രിപ്കോ എന്ന് പറയുന്നത്. ഇനി നെബാർഡിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നെബാർഡ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ക്രെഡിറ്റിന്റെ അപ്പെക്സ് ഡെവലപ്മെന്റ് ബാങ്കാണ്. NHB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസിംഗ് സെക്ടർ അല്ലെ, ഹൗസിംഗ് സെക്ടറിലെ അപ്പെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളാണ്. അതെല്ലാം എന്തിനെ റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്, സ്ഫുടമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നാഫഡ് എന്തിനാണ്, NHB എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, നെബാർഡ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്വാഭാവികമായിട്ടും പുതിയൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ, പുതിയ ഒരു സബ് ചാപ്റ്ററിനെ പരിചയപ്പെടുമ്പോൾ, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ നമ്മൾ പുതിയതായിട്ട് പരിചയപ്പെടുമ്പോൾ നമ്മളെ മുമ്പിൽ ആദ്യം വരുന്ന ഒരു ചോദ്യം എന്തായിരിക്കും? യെസ്, NCDC എന്ന് പറയുന്ന നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കും, എന്തിലേക്കായിരിക്കും അത് ഫോക്കസ് ചെയ്യുന്നത്? നാഫഡ് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റികളുടെ അപ്പെക്സ് ഫെഡറേഷൻ ആണെങ്കിൽ ഇഫ്കോ ഫെർട്ടിലൈസേഴ്സിനെ മാനുഫാക്ചർ ചെയ്യുകയും മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്ന ലാർജസ്റ്റ് പ്രൊഡ്യൂസറും ലാർജസ്റ്റ് കോപ്പറേറ്റീവ് വെഞ്ചറുമാണെങ്കിൽ അതിന് തൊട്ടുതാഴെ ഫെർട്ടിലൈസേഴ്സിന്റെ മാർക്കറ്റിങ്ങും മാനുഫാക്ചറിങ്ങും ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ക്രിപ്കോ ഉണ്ടെങ്കിൽ, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ക്രെഡിറ്റിലെ അപ്പെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ഡെവലപ്മെന്റ് ബാങ്ക് ആയിട്ട് നെബാർഡ് വന്നിട്ടുണ്ടെങ്കിൽ, ഹൗസിംഗ് സെക്ടറിലെ ഹൗസിംഗ് ഫിനാൻസിനെ ഫോക്കസ് ചെയ്യുന്ന അപ്പെക്സ് നാഷണൽ ബാങ്ക് ആയിട്ട് അപ്പെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് NHB ഉണ്ടെങ്കിൽ, നാഷണൽ ഹൗസിംഗ് ബാങ്ക് വന്നിട്ടുണ്ടെങ്കിൽ NCDCയുടെ പർപ്പസ് എന്തായിരിക്കും? നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്തിനു വേണ്ടിയാണ് സ്ഥാപിക്കപ്പെട്ടത്? NCDCയുടെ പർപ്പസ് എന്തിനു വേണ്ടി NCDC എന്ന് പറയുന്ന നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനെ എന്തിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തു? ഇതൊരു കോർപ്പറേഷൻ ആണ്, അതിന്റെ പേര് നോക്ക്, NCDC നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഒന്നെങ്കിൽ ഫെഡറേഷൻ എന്നാണ് പഠിച്ചത്, അതല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് പറയുന്നത്, അതല്ലെങ്കിൽ ബാങ്ക് എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെയോ NCDC നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. സോ NCDC ഒരു കോർപ്പറേഷനാണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. NCDC ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, NCDC ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, NCDC ഒരു കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, NCDC ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി അല്ല. സോ NCDC എന്ന് പറയുന്നത് ഒരു അപ്പെക്സ് ഫെഡറേഷനുമല്ല. പിന്നെ എന്താണ് NCDC? ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. NCDC എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. എന്താണ് ഈ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആയിട്ടുള്ള NCDCയുടെ? നോക്ക നമുക്ക് വേറെ ആർക്കെങ്കിലും ഉണ്ടോ വോയിസ് ബ്രേക്ക്? ഒരു കുഴപ്പമില്ല. അപ്പൊ സബിത എന്താണ് പ്രശ്നം എന്ന് നോക്കൊന്ന്, എക്സിറ്റ് ആയിട്ട് വീണ്ടും ഒന്ന് വന്ന് നോക്കും. NCDC ഇങ്ങനെ വാമപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണേ. ഒന്ന് പെട്ടെന്ന് നോക്ക് സബിത, എന്താണ് ആ ഒരു എന്താ പറയാ, ആ ഒരു ടോപ്പിക്കിലേക്ക് ഇങ്ങനെ കിടക്കുക.
എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കും. വോയിസ് ബ്രേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ വേഗം നോക്കും. NCDC, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. NCDC ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. അതൊരിക്കലും മറക്കരുത് കേട്ടോ. കഴിഞ്ഞ KRFED എക്സാമിൽ ചോദിച്ചിരുന്നു NCDC എന്ന് പറയുന്നത് എന്താണെന്ന്. NCDC ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. തുടക്കത്തിൽ തന്നെ പഠിച്ചു വെച്ച്. NCDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ്. സോ അതൊരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. അതൊരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ഒരു അപ്പെക്സ് ഫെഡറേഷൻ അല്ല, ഒരു കോപ്പറേറ്റീവ് വെഞ്ചർ അല്ല, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, ഒരു കോപ്പറേറ്റീവ് ഫെഡറേഷൻ അല്ല. പ്യുവർലി അതൊരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. NCDC, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പറഞ്ഞ പോയിന്റ്സിലേക്ക് നമ്മൾ എത്തിയില്ല. നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നാഫഡിന് ഒരു ഡ്യൂട്ടി ഉണ്ട്, NHPക്ക് ഒരു ഡ്യൂട്ടി ഉണ്ട്, നെബാർഡിന് ഒരു ഡ്യൂട്ടി ഉണ്ട്, ഇഫ്കോക്ക് ഒരു ഡ്യൂട്ടി ഉണ്ട്. എന്താണ് NCDC എന്ന് പറയുന്ന നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു കോർപ്പറേഷനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? NCDC വാസ് സെറ്റപ്പ് ബൈ ദ ഗവൺമെന്റ്. NCDC എന്ന് പറയുന്ന നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷനെ ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്തത് ഇൻ ഓർഡർ ടു ടേക്ക് കെയർ ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഡെവലപ്മെന്റിനെ ടേക്ക് കെയർ ചെയ്യാനാണ്. നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടിങ്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഹെൽപ്സുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാറ് മനസ്സിലായില്ല? ഗവൺമെന്റ് NCDC എന്ന് പറയുന്ന നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷനെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാ? നോൺ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ, നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഡെവലപ്മെന്റിനും അവരുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടിനും വേണ്ടിയിട്ടാണ്. NCDC was set up by the government in order to take care of the development of non-credit cooperative institution. Non-credit cooperative institutionsകളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെ കെയർ ചെയ്യാൻ വേണ്ടി, അവരുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. എന്താണ് ഈ നോൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആ വേർഡ് തന്നെ ഉണ്ട്, നോൺ ക്രെഡിറ്റ്. ക്രെഡിറ്റ് കൊടുക്കാത്ത സ്ഥാപനങ്ങൾ, ക്രെഡിറ്റ് കൊടുക്കാത്ത കോപ്പറേറ്റീവ് സൊസൈറ്റികൾ. അങ്ങനെ ഒരു സൊസൈറ്റി ഉണ്ടോ? ഉണ്ടേ. കൺസ്യൂമർ ഫെഡ് എന്ത് ചെയ്യുന്നില്ല? ക്രെഡിറ്റ് കൊടുക്കുന്നില്ല. അവിടെ കൺസ്യൂമർ ഗുഡ്സുകളാണ് ആ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഡയറി സൊസൈറ്റികൾ ഡീൽ ചെയ്യുന്നത് പാലാണ്, ക്യാഷിന്റെ ഡീലിങ്സ് അല്ല. KRFED, മിൽമ, റബ്ബർ ഫെഡ്, മാർക്കറ്റ് ഫെഡ്, ഇവിടെയൊന്നും ക്യാഷിന്റെ ഡീലിങ്സ് അല്ല. അതായത് ക്യാഷ് ലോൺ ആയിട്ട് എടുക്കുന്ന സ്ഥാപനങ്ങളല്ല. ഇവിടേക്ക് ഓരോ പ്രോഡക്റ്റുകളെയാണ് അവരെന്ത് ചെയ്യുന്നത്? കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. സോ ക്യാഷിനെ വായ്പയായിട്ട് സ്വീകരിക്കുന്ന, ക്യാഷിനെ ക്രെഡിറ്റ് ആയിട്ട് സ്വീകരിക്കുന്ന സ്ഥലങ്ങളല്ല. ലോൺ കൊടുക്കുക, ലോൺ അടച്ചു തീർക്കുക, ഇങ്ങനെ ഉള്ള ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്ന സൊസൈറ്റികളല്ലാത്ത സൊസൈറ്റികൾ, നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നോൺ ക്രെഡിറ്റ് വായ്പാ സൊസൈറ്റികളല്ല, ക്രെഡിറ്റ് കൊടുക്കാത്ത സൊസൈറ്റികൾ. അത്തരത്തിലുള്ള സൊസൈറ്റികളുടെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്, അവരുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അവരെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് NCDC, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷനെ ഫോം ചെയ്തിട്ടുള്ളത്. ഒന്നും കൂടെ പറയണം. ഓക്കെ, പറയാം. ദ ഫിനാൻഷ്യൽ ഹെൽപ്പ്, സാമ്പത്തികമായ സഹായം, ആൻഡ് അസിസ്റ്റൻസ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്നിട്ടോ ഗിവൺ ബൈ ദ NCDC അത് കൊടുക്കുന്നത് ഗിവൺ ബൈ ദി NCDC to the various type of non-credit cooperative societies.
പലതരത്തിലുള്ള നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലേക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടുകൾ, ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് NCDC ഫോം ചെയ്തിട്ടുള്ളത്. അതേതൊക്കെയാണ് ഈ നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്? അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സൊസൈറ്റികൾ, പ്രോസസ്സിംഗ് സൊസൈറ്റികൾ, ഡയറി സൊസൈറ്റികൾ, പോൾട്രി സൊസൈറ്റീസ്, ഫിഷറി സൊസൈറ്റികൾ, ട്രൈബൽ കോപ്പറേറ്റീവ്സ്. നോക്ക് നിങ്ങൾ, നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് 10 മിനിറ്റേ ആയിട്ടുള്ളൂ. ഈ 10 മിനിറ്റിനുള്ളിൽ NCDC എന്ന് പറയുന്ന നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റുകൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ഞാൻ സെറ്റ് ചെയ്തു. ഒന്ന്, NCDC എന്ന് പറയുന്നത് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുകയാണ്. NCDC എന്ന് പറയുന്നത് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടുകൾ, നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസുകൾ, അവരുടെ ഡെവലപ്മെന്റിന്റെ ടേക്ക് കെയർ, ഇതാണ് NCDC ഫോക്കസ് ചെയ്യുന്നത്. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതൊരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. അതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, അതൊരു ബാങ്കിങ് സെക്ടർ അല്ല, അതൊരു ഫെഡറേഷൻ അല്ല, അതോടൊപ്പം അതൊരു കോപ്പറേറ്റീവ് വെഞ്ചർ അല്ല, അതൊരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി അല്ല. പ്യുവർലി അതൊരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. NCDC, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ബൈജു, NCDC എന്തിനു വേണ്ടി എന്നുള്ളത് കിട്ടിയോ? കിട്ടി സർ, കിട്ടി. എന്താ സംഭവം പറഞ്ഞേ? ഫോർ providing financing and development of non-credit cooperative institutions. Yes. അതിനു വേണ്ടി NCDC എന്ന് പറയുന്നത് ആക്ച്വലി എന്തായാലും NCDC എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. യെസ്, അതൊരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. മറക്കരുത്, മൈൻഡിൽ നിന്ന് വിടരുത്. എക്സാം ഹാളിൽ പോയിരിക്കുമ്പോഴും ഈ ക്ലാസ് മനസ്സിൽ വേണം. നാഫഡ് ഒരു അപ്പെക്സ് ഫെഡറേഷൻ ആണ് മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ. NHB ഹൗസിംഗ് ക്രെഡിറ്റിന്റെ ഒരു അപ്പെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നെബാർഡ് ഒരു അപ്പെക്സ് ഡെവലപ്മെന്റ് ബാങ്ക് ആണ് റൂറൽ ക്രെഡിറ്റിലെ. NCDC എന്ന് പറയുന്നത് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സുകളുടെ ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന, അവരുടെ ഡെവലപ്മെന്റിനെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. NCDCയുടെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ, NCDCയുടെ തുടക്ക കാലഘട്ടം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക തേർഡ് 5-year പ്ലാൻ 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് NCDC തുടക്കം കുറിച്ചതെന്ന് കാണാൻ സാധിക്കും. 3ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ, തേർഡ് 5-year പ്ലാൻ എന്ന് പറയുമ്പോൾ 1961 to 1965 ആ ഒരു കാലഘട്ടമാണ്. 1961 മുതൽ 65 വരെയുള്ള കാലഘട്ടമാണ് തേർഡ് 5-year പ്ലാൻ എന്ന് പറയുന്നത്. ഈ തേർഡ് 5-year പ്ലാനിലാണ് NCDCയുടെ ഒറിജിൻ എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. NCDCയുടെ ഒറിജിൻ തേർഡ് 5-year പ്ലാനിൽ നിന്ന് കാണാൻ പറ്റും. നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സുകൾക്ക് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ അഭാവം അത് ഐഡന്റിഫൈ ചെയ്യാണ് 3ാം പഞ്ചവത്സര പദ്ധതിയുടെ തുടക്ക കാലഘട്ടത്തിൽ. എങ്ങനെ? NCDCയുടെ ഒരു തുടക്കം, NCDCയുടെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക NCDC എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങുന്നത് ഒരു 3ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ആ തേർഡ് 5-year പ്ലാനിൽ NCDC ഫോം ചെയ്യുന്നതിന്റെ ഒരു റീസൺ പറയുന്നത് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സുകൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന സ്ഥാപനം, ഒരു എന്താ പറയാ, ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറയാൻ പറ്റില്ല, നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സുകൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാനുള്ള ഒരു ടോപ്പ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അഭാവം ഫൈൻഡ് ഔട്ട് ചെയ്യാം. അങ്ങനെ ഗവൺമെന്റ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യുക, നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്ത ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അഥവാ ഗോർവാല കമ്മിറ്റി, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അഥവാ
ഗോർവാല കമ്മിറ്റി, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അഥവാ ഗോർവാല കമ്മിറ്റി, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അഥവാ ഗോർവാല കമ്മിറ്റി അവരുടെ റെക്കമെൻഡേഷൻ പ്രകാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്ത ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ഗോർവാല കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം 1956 1956 സെപ്റ്റംബർ 1-ാം തീയതി ഹലോ ഇവിടെ ശ്രദ്ധിക്കുക, NCDCയുടെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ, NCDCയുടെ തുടക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക 3rd 5-year പ്ലാനിലാണ് NCDC എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഫോം ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. 3rd 5-year പ്ലാനിൽ നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സുകൾക്ക് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന, അതിന് മുകളിൽ നിന്നുകൊണ്ട് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സുകളെ ഒന്ന് സഹായിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിന്റെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അഭാവം കണ്ടെത്തുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എങ്ങനെ ഈ നോൺ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളെ ഹെൽപ്പ് ചെയ്യാം, അവരെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു സ്ഥാപനം എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എന്നിങ്ങനെ ആലോചിക്കുമ്പോഴാണ് അവരെ മെമ്മറിയിലേക്ക് ഒരു കാര്യം വന്നത്. എന്ത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റെക്കമെൻഡ് ചെയ്ത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു, ഗോർവാല കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1956 സെപ്റ്റംബർ 1-ാം തീയതി ഒരു സ്ഥാപനം അഥവാ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ്, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 1956 സ്ഥാപിച്ചതായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കണ്ടെത്തുകയാണ്. ഈ ഒരു സ്ഥാപനം നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ് ഒരു തരത്തിലും എഫക്റ്റീവ് അല്ല എന്നുള്ളതായിരുന്നു. കാരണം കോപ്പറേറ്റീവ് ഡെവലപ്മെന്റും വെയർഹൗസിംഗും ഇത് രണ്ടും രണ്ട് ഫംഗ്ഷനാണ്. കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് സഹകരണ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നതും വെയർഹൗസിംഗ് എന്ന് പറയുന്നതും രണ്ട് ഫംഗ്ഷനാണ്. അപ്പോ 3rd 5-year പ്ലാനില് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സുകൾക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അഭാവം ഗവൺമെന്റ് ഐഡന്റിഫൈ ചെയ്തപ്പോൾ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പ്ലാൻ മുന്നോട്ട് വെച്ചു. നമ്മൊരു കാര്യം ചെയ്യാം, എന്തായാലും നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ് അവിടെ എന്ത് ചെയ്യാണ്, ഒരു വലിയ പുരോഗതി ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. അതിനെ ആ ഒരു നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് വെയർഹൗസിംഗ് ബോർഡിനെ 2 കോർപ്പറേഷനുകളാക്കി മാറ്റാം. അതില് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ NCDC അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കിയിട്ട് ആ കോർപ്പറേഷൻ എന്ത് ചെയ്യാം, നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സുകളുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന്റെ ഡ്യൂട്ടി കൊടുക്കാം. ഇവിടെ വെയർഹൗസിംഗ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ, വെയർഹൗസിംഗ് ബോർഡ്, ആ വെയർഹൗസിംഗ് ബോർഡിനെ മറ്റൊരു കോർപ്പറേഷൻ ആക്കി മാറ്റിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, സ്റ്റോറേജ് ഡ്യൂട്ടി മാത്രം കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കും, ഒന്നുകൂടെ പറഞ്ഞുതരാം. 3rd 5-year പ്ലാൻ, 3-ാം പഞ്ചവത്സര പദ്ധതി, ആ 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നോൺ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക്, നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ അഭാവം ഐഡന്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ അതിന് എങ്ങനെ ഒരു പരിഹാരം കാണാൻ പറ്റും, നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സുകൾക്ക് എങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും എന്ന് ഗവൺമെന്റ് ആലോചിക്കുമ്പോൾ 5 വർഷം മുമ്പ് നടന്ന ഒരു സ്ഥാപനത്തെ അവർ ഓർത്തെടുക്കുക. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ് 1956 സെപ്റ്റംബർ 1-ന് ഫോം ചെയ്തതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ സ്ഥാപനം ഒന്നെങ്കിൽ അവർക്ക് വെയർഹൗസിംഗ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം രണ്ട് തലങ്ങളാണ്. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ്, വെയർഹൗസിംഗ് എന്ന് പറയുന്നത് സ്റ്റോറേജ് ആണ്, പ്രൊക്യൂർമെന്റ് ആണ്, അതൊരു ഡ്യൂട്ടിയാണ്. കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മറ്റൊരു ഡ്യൂട്ടിയാണ്. എന്തായാലും നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യാൻ, ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ചെയ്യാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതിരിക്കുകയാണ്. അങ്ങനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനം എടുത്തു, എന്ത്, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡിനെ 2 കോർപ്പറേഷനായിട്ട് മാറ്റാം. എന്നിട്ട് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോർപ്പറേഷനും വെയർഹൗസിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന 2 കോർപ്പറേഷനുകളാക്കി മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യാം, കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ത് കൊടുക്കാം, നമ്മളെ നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സുകളുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാം. വെയർഹൗസിങ്ങിന് എന്ത് ചെയ്യാം, വെയർഹൗസിംഗ് ഡ്യൂട്ടി കൊടുക്കാം. അങ്ങനെ തീരുമാനമായി.
അങ്ങനെ തീരുമാനമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? തീരുമാനമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നേരെ എന്ത് ചെയ്യാണ്? ഇന്ത്യൻ പാർലമെന്റില് NCDC ആക്ട്, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആക്ട് 1962 NCDC ആക്ട് ഇന്ത്യൻ പാർലമെന്റില് 26ാമത്തെ നിയമമായിട്ട് പാസ്സാക്കുകയാണ്. 26ാമത്തെ നിയമമായിട്ട് പാസ്സാക്കുകയാണ്. അപ്പോ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൌസിംഗ് ബോർഡിനെ രണ്ടാക്കി മാറ്റാൻ തീരുമാനിച്ചു. രണ്ടാക്കി മാറ്റാനുള്ള കാരണം കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഒരു ഫംഗ്ഷനാണ്, വെയർഹൌസിംഗ് എന്ന് പറയുന്നത് മറ്റൊരു ഫംഗ്ഷനാണ്. ഈ ഒരു ബോർഡിന്, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് വെയർഹൌസിംഗ് ബോർഡിന് രണ്ട് ഫംഗ്ഷനെ ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഒന്നെങ്കിൽ സ്റ്റോറേജ് മാത്രം നോക്കണം, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് മാത്രം നോക്കണം. അപ്പൊ ഈ ഒരു ബോർഡിന്റെ പ്രശ്നവും തീർക്കാം, കൂട്ടത്തിൽ നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സുകൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാൻ, എന്തായാലും ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അഭാവമുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അഭാവം തീർക്കുകയും ചെയ്യാം. ഒരു വെടിക്ക് രണ്ട് പക്ഷി. അങ്ങനെ അവർ എന്ത് ചെയ്യാണ്? ഒറ്റ ടേമിൽ തീരുമാനമെടുത്തു. എന്ത്? നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൌസിംഗ് ബോർഡിനെ രണ്ട് കോർപ്പറേഷനുകളായിട്ട് തിരിക്കുക. ഒരു കോർപ്പറേഷൻ എന്ത് കൊടുക്കുക? നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സുകളുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ഫിനാൻഷ്യൽ ഡ്യൂട്ടീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. മറ്റൊരു ടീമിന് എന്ത് കൊടുക്കുക? വെയർഹൌസിംഗ് ഡ്യൂട്ടീസ് ആയിട്ട് കൊടുക്കാം. അങ്ങനെ തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ ആ തീരുമാനം നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് 1962 തേർഡ് 5 ഇയർ പ്ലാനില് ഇന്ത്യൻ പാർലമെന്റിൽ 26ാമത്തെ നിയമമായിട്ട് ആക്ട് നമ്പർ 26 ആയിട്ട് NCDC ആക്ട് വരികയാണ്. NCDC ആക്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ ഇന്ത്യൻ പാർലമെന്റില് NCDC ആക്ട് നമ്പർ 26 ആയിട്ട് വന്നതോടുകൂടെ പിന്നത്തെ പരിപാടി എന്താ? ഹെഡ്ക്വാർട്ടേഴ്സ് കണ്ടെത്തുകയാണ്. ഈ NCDC എന്ന് പറയുന്ന ഒരു സ്ഥാപനം, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഹെഡ്ക്വാർട്ടേഴ്സ് കണ്ടെത്തലായിരുന്നു പിന്നത്തെ വർക്ക്. നേരെ പോയി ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിൽ സെറ്റ് ചെയ്തു. അപ്പൊ ന്യൂഡൽഹി ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് NCDC എന്ന് പറയുന്ന നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനം NCDC ആക്ട് 1962 പ്രകാരം എന്ത് ചെയ്യാണ്? ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെടുകയാണ്. 1963 മാർച്ച് 14 മാർച്ച് 1963 NCDC നിലവിൽ വരികയാണ്. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ആ കോർപ്പറേഷന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്നതാണ്. അങ്ങനെ NCDC ഫോം ചെയ്തു. NCDC വലിയൊരു നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന വലിയൊരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ NCDC ഒരിക്കലും പബ്ലിക്കിലേക്ക് നേരിട്ട് പ്രൈമറി ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സുകളിലേക്ക് നേരിട്ട്, സൊസൈറ്റിയിലേക്ക് നേരിട്ട് എന്ത് ചെയ്യുന്നതല്ല, ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കൂല. പിന്നെ എങ്ങനെയാ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക? എപ്പോഴും NCDC എന്ന് പറയുന്ന നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിനായിരിക്കും, അതല്ലെങ്കിൽ അപ്പെക്സ് ഫെഡറേഷനുകളിലേക്കായിരിക്കും. അത് തന്നെ എങ്ങനെയാ കൊടുക്കുക? ലോൺ ആൻഡ് സബ്സിഡി എന്ന രീതിയിലാണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസുകൾ സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക്, അപ്പെക്സ് ഫെഡറേഷനുകളിലേക്ക് NCDC കൊടുക്കുക. പിന്നെ ആ അപ്പെക്സ് ഫെഡറേഷനുകളാണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് താഴെയുള്ള പ്രൈമറി നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സുകളിലേക്ക് എന്ത് ചെയ്യുന്നത്? ഈ ഫിനാൻഷ്യൽ സപ്പോർട്ടുകൾ എത്തിച്ചു തരുന്നത്. സാറേ എന്താണ് സാറേ? ഒന്നുകൂടെ പറയാം അല്ലേ? ഒന്നുകൂടെ കേട്ടോ. നിങ്ങൾക്ക് പഠിയുന്നത്ര കേട്ടോ. തേർഡ് 5 ഇയർ പ്ലാൻ, 3ാം പഞ്ചവത്സര പദ്ധതി. ആ സമയത്താണ് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിലേക്ക്, നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലേക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടി, ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഒരു ടോപ്പ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഒരു കംപ്ലൈന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ കംപ്ലൈന്റ് സോൾവ് ചെയ്യണം. അങ്ങനെ ഇരുന്ന് തലപുകഞ്ഞ് ആലോചിച്ചപ്പോഴാണ് ഒരു ഐഡിയ ഇങ്ങനെ മനസ്സിൽ വന്നത്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ, ഗോർവാല കമ്മിറ്റിയുടെ ഒരു റെക്കമെൻഡേഷൻ പ്രകാരം 1956 സെപ്റ്റംബർ 1 ഒരു
നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൌസിംഗ് ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡ് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൌസിംഗ് ബോർഡ്. ഈ ബോർഡിന് അതിന്റെ ഫംഗ്ഷൻ നല്ല രീതിയിൽ നടത്താൻ പറ്റുന്നില്ല. ഒന്നെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ബോർഡിന് സ്റ്റോറേജ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. സ്റ്റോറേജ് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കയ്യുന്നു പോകും. കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ സ്റ്റോറേജ് കയ്യുന്നു പോകും. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഓൾറെഡി 1956 മുതൽ ഇങ്ങനെ തുടർന്ന് വന്നപ്പോൾ ഗവൺമെന്റ് ഐഡന്റിഫൈ ചെയ്തിരുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ച സ്ഥാപനമായിരുന്നു. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു എന്ത്, എന്തായാലും നോൺ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ഒരു ടോപ്പ് ലെവൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല. അപ്പുറത്താണെങ്കിൽ ഇവരാണെങ്കിൽ സ്റ്റോറേജും കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ എന്താണ് ഒരു ഇതുണ്ടല്ലോ, കുട്ടികൾ ഇങ്ങനെ അപ്പുറത്തുപ്പുറത്ത് ഇങ്ങനെ ആടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഒരു ഭാഗത്ത് ഇരിക്കുമ്പോൾ മറ്റേ ഭാഗം പോകുന്ന ആ ഒരു എന്താ ഇതിന്റെ ഐറ്റംസ് നിങ്ങൾക്ക് പേരറിയില്ല, എന്താവട്ടെ. അപ്പോ ഇവർക്ക് എന്തായാലും ഇത് രണ്ട് നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു എന്ത്, നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിന് എന്തായാലും ഒരു ടോപ്പ് ലെവൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം. അങ്ങനെയാണെങ്കിൽ ഇതിനെ രണ്ട് കോർപ്പറേഷൻ ആയിട്ടാണ് തിരിക്കുക. ഒന്ന് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റിന്റെ കോർപ്പറേഷനും മറ്റൊന്ന് വെയർ ഹൗസിംഗിന്റെ കോർപ്പറേഷനും. അങ്ങനെ തീരുമാനം എടുത്ത് ഇവരെന്ത് ചെയ്യാണ്, ഇന്ത്യൻ പാർലമെന്റില് NCDC ആക്ട്, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആക്ട് 1962 ആക്ട് നമ്പർ 26 ആയിട്ട് നടപ്പിലാക്കുകയാണ്. ആക്ട് വന്നു, ആക്ട് നമ്പർ 26 NCDC ആക്ട് വന്നു. NCDC ആക്ട് വന്നാൽ പിന്നെ NCDC ഫോം ചെയ്യണം. ഹെഡ് ക്വാർട്ടേഴ്സ് കണ്ടെത്തി, നേരെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിൽ ഹെഡ് ക്വാർട്ടേഴ്സ് സെറ്റ് ചെയ്തു. ഇനി എന്താ വേണ്ടത്, സ്ഥാപനം രജിസ്റ്റർ ചെയ്യണം അല്ലെ NCDC ആക്ട് പ്രകാരം. അങ്ങനെ NCDC ആക്ട് 1962 ആക്ട് നമ്പർ 26 NCDC എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. NCDC എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1963 മാർച്ച് 14 തീയതിയാണ്. ചില സ്ഥലങ്ങളിൽ 14 എന്ന് കാണുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ 13 എന്ന് കാണും കേട്ടോ. 1963, അതൊരിക്കലും വിടരുത്. 1962 ആക്ട് വരുന്നു, 1963 സ്ഥാപനം രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ 1963 1963 മാർച്ച് 14 NCDC നിലവിൽ വരികയാണ്. NCDC അന്ന് മുതൽ നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സുകളുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന്റെ സ്ഥാപനമായിട്ട് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സുകളെ ഒരു ടേക്ക് കെയർ ആയിട്ട്, ഒരു ഡെവലപ്മെന്റൽ ടേക്ക് കെയർ ആയിട്ട് ഇന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ NCDC ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആയതുകൊണ്ട് ഒരിക്കലും പബ്ലിക്കിലേക്ക് നേരിട്ട്, നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലേക്ക് നേരിട്ട് എന്ത് ചെയ്യില്ല, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കൂല. ആ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത് ലോണുകളും സബ്സിഡിയറികളുമായിട്ടാണ്. അത് എങ്ങനെയാ കൊടുക്കുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കാണ് കൊടുക്കുക, ഓരോ സ്റ്റേറ്റിലേക്കാണ് കൊടുക്കുക. പിന്നെയോ അപ്പെക്സ് ഫെഡറേഷൻ സ്ഥാപനങ്ങളിലേക്കാണ് കൊടുക്കുക. എന്നിട്ട് അവരാണത് താഴെ ലെവലിലേക്ക് എത്തിക്കുക. അത് തന്നെയാണ് നമ്മൾ നെബാർഡിലും പറഞ്ഞത്, ഇതേ പ്രൊസീജിയറാണ് നമ്മൾ NHBയിലും പറഞ്ഞത്. ആക്ച്വലി നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്, നെബാർഡ്, NHB, NCDC ഏകദേശം ഒരേപോലെ, ഒരേ ഈക്വൽ സ്ട്രെങ്ത് പോലെ തോന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നൊരു ടാസ്ക് ഉണ്ട്, അല്ലോ ഇന്നൊരു ഡ്യൂട്ടി ഉണ്ട്. എന്താണെന്നറിയോ, ഒരു റഫ് പേപ്പർ എടുക്കുക, ഒരു റഫ് പേപ്പറിൽ 3 കോളംസ് വരയ്ക്കുക. ആദ്യത്തെ കോളത്തിൽ നെബാർഡ്, രണ്ടാമത്തെ കോളത്തിൽ NHB, മൂന്നാമത്തെ കോളത്തിൽ NCDC. എന്നിട്ട് 3ന്റെ ഫുൾ ഫോം എഴുതാം. നെബാർഡിന്റെ ഫുൾ ഫോം, NHBയുടെ ഫുൾ ഫോം, NCDCയുടെ ഫുൾ ഫോം. പിന്നെ എന്ത് ചെയ്യുക, നെബാർഡ് വന്നത് നെബാർഡ് ആക്ട് പ്രകാരമാണ് അല്ലെ, 1981 നെബാർഡ് ആക്ട് ആണ്. NHB വന്നത് NHB ആക്ട് ആണ് 1987. പിന്നെ വന്നത് NCDC വന്നത് NCDC ആക്ട് ആണ് 1962. പിന്നെ അവരൊക്കെ വന്നത് അല്ലെ 1982 ജൂലൈ 12 ആര് വരുന്നത്, നെബാർഡ് വരുന്നത്. ഇപ്പുറത്ത് 1988 ജൂലൈ 9 NHB വരുന്നത്. ഇവിടെ മാർച്ച് 14 1963 ഫോം ചെയ്തത്. പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സുകൾ എഴുതാം അല്ലെ, നെബാർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, NHBയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, NCDCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഒരു ജസ്റ്റ് ഒരു കമ്പാരിസൺ നടത്തി നോക്ക്, ഒന്നിങ്ങനെ തുടർച്ചയായിട്ട് ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്ക് അല്ലെ. നെബാർഡിന്റെ പബ്ലിക്കേഷൻ ഗ്രാമീയ, NHBയുടെ പബ്ലിക്കേഷൻ ആവാസ് ഭാരതി. ദെൻ അല്ലെ ഒരു 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 കമ്പാരിസൺ ആവാം അല്ലെ. ചെയ്യൂല, എന്താണ് ചെയ്യൂല എന്ത് പറയണു, ജാസ്മിൻ ചെയ്യും. യെസ്, എല്ലാരും ചെയ്യുന്ന പറഞ്ഞോണ്ടിരിക്കണം. ഇല്ല, കുറച്ച് കൈയും കൂടി പോരാണ്ടല്ലോ, ഇനി ചെയ്യാണ്ട് 40 ആളുകളുണ്ട്. എല്ലാരും ചെയ്യൂലേ? ഓക്കെ, ചെയ്യാന്ന് പറഞ്ഞാ പിന്നെ ചെയ്യാൻ കേട്ടോ. കുറെ ആൾക്കാർ ഇന്നലത്തെ എക്സാം എഴുതിയിട്ടില്ല, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ വരും. സാറേ
ഞാൻ കേരള ബാങ്കിൽ പാസ്സായില്ല, ഞാൻ കേരള ബാങ്കിന്റെ ലിസ്റ്റിൽ എത്തിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ എടുക്കും. മോളെ ഈ അന്നത്തെ എക്സാം എഴുതിയെന്നോ? ആ മോളെ അടുത്ത ഈ ചെയ്ത് ഞാൻ പറയട്ടോ, ഓരോന്നും പറയും. 100 പേരെ ആദ്യത്തെ 100 ലിസ്റ്റിൽ എത്തിക്കാന്നാണ് ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ 100 റാങ്കിൽ എത്തിക്കുന്ന 100 പേരെ ഉണ്ടാക്കിക്കോളാന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ ചെയ്യും. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളും ചെയ്യണം. നിങ്ങൾക്ക് പല റീസൺ ഉണ്ടാവും. സാറേ ഞാൻ നാഫഡ് എടുത്ത സമയത്ത് ഉണ്ടായിരുന്നില്ല, NHBയിലാണ് ഞാൻ വന്ന് ജോയിൻ ചെയ്തത്. സാറേ ഞാൻ NCDC എടുത്തപ്പോഴാണ് ഉണ്ടായിരുന്നത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. അതൊന്നും എക്സാം എഴുതാതിരിക്കാനുള്ള റീസൺ അല്ല. അത് നമുക്ക് എക്സാം എഴുതാതിരിക്കാനുള്ള റീസൺ അല്ല. സാറേ ഞാൻ പഠിച്ചു തീർന്നിട്ടില്ല. പഠിക്കുക എന്നുള്ളത് നിന്റെ ഉത്തരവാദിത്തമാണോ? അത് പഠിക്കാൻ വേണ്ടിയിട്ടേക്ക് ഇവിടെ വന്നിരുന്നതേ. ആ എന്താണ് എനിക്ക് എക്സാം എഴുതാൻ പ്രശ്നത്തെ സോൾവ് ചെയ്യുക, എക്സാം എഴുതുക. ഇതൊന്നും പഠിക്കാതെ ഞാനും കൊണ്ട് ക്ലാസ്സിൽ എന്ന് പറഞ്ഞിട്ട് വന്ന് ഇവിടെ ഇരിക്കുക, എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യൂല. ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. നാളെ കേരള ബാങ്കിന്റെ ആദ്യത്തെ 100ൽ എത്തണോ? അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പഠിച്ചോ, ചെയ്തോ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. കൂടുതലൊന്നുമില്ലേ, കുറഞ്ഞ ദിവസങ്ങളുള്ളൂ, വളരെ കുറഞ്ഞ ദിവസങ്ങളുള്ളൂ. എക്സാം ആയി ഇതാന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എക്സാം വരികയാണ്. അപ്പൊ NCDC, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, NCDC. ഇനിയിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. കുറച്ച് ആൾക്കാർ ചെയ്യുക, ബാക്കിയുള്ളവർ ഇങ്ങനെ അങ്ങനെ കണ്ടിരിക്കുക, ക്ലാസ്സിൽ വരിക, പിറ്റേന്ന് ക്ലാസ് ഒഴിവാക്കി പോവുക, പിന്നെയും വരിക. ഇതൊരു പണിയാക്കരുത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുക. എന്ത്, നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ഉപകാരം കിട്ടണില്ല. ഒരു 5000 റുപ്യ നമ്മളെ ടോട്ടൽ ഫീസ്. അതെന്ത് ചെയ്യുക, പെട്ടെന്ന് ഗൂഗിൾ പേ ചെയ്യുക, എന്നിട്ട് അത് അവിടെ ഇട്ട്. അത് കുഴപ്പമില്ല, ഞാനും ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പിയാണ്. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പം തന്നെ കേട്ടോ, ഞാൻ പിന്നാലെ കൂടും. സാധാരണ നമ്മളെ അധ്യാപകർ പറയുന്ന പോലെ ഞാൻ പറയില്ല. എനിക്ക് എന്തായാലും നിങ്ങൾ ലിസ്റ്റിൽ എത്തിയേ പറ്റുള്ളൂ. ഞാൻ നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്. നിങ്ങളില്ല എന്ന് പറഞ്ഞാലും ഞാൻ നന്നായിട്ട് എഫേർട്ട് എടുക്കും. നിങ്ങളെങ്ങനെ ഒന്ന് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്. തിരിച്ച് നിങ്ങൾ പഠിക്കുന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. ഇതാരെയും ഈ യൂട്യൂബിൽ ലൈവ് സെക്ഷനൊക്കെ താല്പര്യം ഒഴിവാക്കി. മക്കളെ നിങ്ങൾ പഠിക്കട്ടോ, നന്നായിട്ട് പഠിച്ച് ലിസ്റ്റിലെത്താൻ പറ്റും, ഒരു സംശയവും വേണ്ട കേട്ടോ. പഠിച്ച് ലിസ്റ്റിലെത്താൻ പറ്റും. നല്ലൊരു കോൺഫിഡൻറ്റോടുകൂടെ പഠിച്ചു തുടങ്ങിക്കോളൂ, ഒരു ടെൻഷനും വേണ്ട. ഓക്കെ, അപ്പൊ എന്താവട്ടെ, നമ്മൾ പറഞ്ഞു വെച്ചതിലേക്ക് വരിക. നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? NCDCയെ കുറിച്ചാണ്, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷനെ കുറിച്ചാണ്. NCDC എന്തിനു വേണ്ടി എന്നുള്ളത് നമ്മൾ പറഞ്ഞു. NCDC ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണെന്ന് പറഞ്ഞു. NCDCയുടെ തുടക്കം എന്തായിരുന്നു എന്നുള്ളത് പറഞ്ഞു. ഏത് 5 ഇയർ പ്ലാനിലാണ് NCDC വന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ അതോടൊപ്പം തന്നെ NCDCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, NCDCയുടെ ആക്ട്, ദെൻ NCDC എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, NCDCയുടെ ഫുൾ ഫോം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അതിന്റെ തുടർന്നുള്ള ടോപ്പിക്കിലേക്ക് പോവാം അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ക്ലിയർ ചെയ്ത് തരാൻ ഞാൻ തയ്യാറാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഇല്ല? എന്തെങ്കിലും ഡൗട്ട്? ഒരു ഡൗട്ടും ഇല്ല? യെസ്, ഓക്കെ, ഗുഡ്. ഇനി നമ്മൾ ആ നേരത്തെ വിട്ട ഒരു കാര്യം അതൊന്നാണ് കംപ്ലീറ്റ് ചെയ്യാം. ഏത്? നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡ്. അതിനെ 2 കോർപ്പറേഷൻ ആയിട്ട് തിരിച്ചു എന്ന് പറഞ്ഞു. അതിൽ ഒരു കോർപ്പറേഷനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അല്ലെ? ഒരു കോർപ്പറേഷനാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തൊരു കോർപ്പറേഷനെ കുറിച്ച് കൂടെ പറയണ്ടേ? സോ ആ കോർപ്പറേഷനാണ് ഇനി നിങ്ങൾക്ക് പറയാനുള്ളത്. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡില് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് NCDC ആക്ട് 1962 NCDC, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആയിട്ട് പോയി. ഇനി അടുത്തത് വെയർ ഹൗസിംഗ് ബോർഡാണ്. വെയർ ഹൗസിംഗ് ബോർഡിൽ എന്താ സംഭവിക്കുന്നത്? ശ്രദ്ധിക്കുക. വെയർ ഹൗസിംഗ് എന്ന് പറയുന്ന സെക്ഷൻ സെൻട്രൽ കോപ്പറേറ്റീവ് വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ, സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ ആക്കി മാറ്റി. സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ, ഹലോ, വെയർ ഹൗസിംഗ് ബോർഡിനെ സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷനും അതോടൊപ്പം തന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലേക്കും ലയിപ്പിച്ചു എന്നുള്ളതാണ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലേക്കും അതേലൊപ്പം തന്നെ സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ വെയർ ഹൗസിംഗ് എന്ന് പറയുന്ന പോർഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മെർജ് ചെയ്യുന്നത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലേക്കും വെയർ ഹൗസിംഗ് കോർപ്പറേഷനിലേക്കുമാണ്. സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷനും ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലേക്കുമാണ് വെയർ ഹൗസിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷനെ എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മെർജ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡ് എന്ന് പറയുന്ന 1956 സെപ്റ്റംബർ 1 തുടക്കം കുറിച്ച, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തുടക്കം കുറിച്ച നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡിനെ
നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൌസിംഗ് ബോർഡിനെ 2 സ്ഥാപനങ്ങളായിട്ട് മാറി. ഒന്ന് NCDC ആയിട്ട് മാറി. ഒരു പാർട്ട് NCDC എന്നുള്ള പാർട്ടായിട്ട് മാറി, മറ്റൊരു പാർട്ട് FCI ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലും അതോടൊപ്പം തന്നെ സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷൻ ആയിട്ട് മാറുകയാണ്. ഓക്കെ, ആ പൊസിഷൻ ഞാൻ അവിടെ ക്ലിയർ ചെയ്തു. ഇനി നമുക്ക് വരാനുള്ളത് നെക്സ്റ്റ് ഓപ്ഷനാണ്. NCDC എന്ന് പറയുന്നത് എന്താന്നാ പറഞ്ഞേ? NCDC എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി അതുകൊണ്ട് തന്നെ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. യെസ്, NCDC എന്ന് പറയുന്ന നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്, അഥവാ അതൊരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ NCDCയിൽ ജനറൽ ബോഡി ഉണ്ടായിരിക്കുന്നതല്ല. ജനറൽ ബോഡി അല്ല അവിടുത്തെ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത്. NCDC ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. അതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, അതൊരു കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ഒരു കോപ്പറേറ്റീവ് വെഞ്ചർ അല്ല, അതൊരു കോപ്പറേറ്റീവ് ഫെഡറേഷൻ അല്ല. സോ NCDCയിൽ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷനകത്ത് എന്തില്ല? നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷനകത്ത് ജനറൽ ബോഡി ഇല്ല. പകരം അവിടെ എന്താ ഉള്ളത്? അവിടെ ഉള്ളത് ജനറൽ കൗൺസിലാണ്. ജനറൽ കൗൺസിലാണ്. ആ ജനറൽ കൗൺസിലില് 51 മെമ്പേഴ്സാണ്, 51 മെമ്പേഴ്സാണ്. ജനറൽ കൗൺസിലില് 51 മെമ്പേഴ്സാണ്. ജനറൽ കൗൺസിലില് 51 മെമ്പേഴ്സാണ്. അപ്പൊ ജനറൽ കൗൺസിലില് 51 മെമ്പേഴ്സ്. ആ ജനറൽ കൗൺസിലിലുള്ള 51 മെമ്പേഴ്സിൽ നിന്ന് 12 പേരടങ്ങുന്ന ഒരു ബോർഡ് ഓഫ് മാനേജ്മെന്റിനെ, ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്യുന്നു. 12 പേരടങ്ങുന്ന ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ, ബോർഡ് ഓഫ് മാനേജ്മെന്റിനെ ഇലക്ട് ചെയ്യുന്നു. ജനറൽ കൗൺസിൽ. ജനറൽ ബോഡി ഇല്ല ഇവിടെ. NCDCയിൽ ജനറൽ ബോഡി ഇല്ല, കാരണം അതൊരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. ജനറൽ ബോഡിക്ക് പകരം അവിടെ ജനറൽ കൗൺസിലാണ്. ആ ജനറൽ കൗൺസിലിൽ 51 മെമ്പേഴ്സ് ആണ്. ആ 51 മെമ്പേഴ്സിൽ നിന്നും എലക്ട് ചെയ്യുന്ന 12 ആളുകളാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നത്. പിന്നെയോ അവിടുത്തെ MD ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് ആ ബോർഡ് ഓഫ് മാനേജ്മെന്റിൽ അംഗത്വമുള്ള ആളായിരിക്കും. അതല്ലെങ്കിൽ ജനറൽ കൗൺസിലിലുള്ള ആള് തന്നെയായിരിക്കും NCDCയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത്. NCDCയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് MD ആണ്, മാനേജിംഗ് ഡയറക്ടറാണ്. NCDC ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. അതുകൊണ്ട് അവിടെ NCDC ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. അതുകൊണ്ട് അവിടെ ജനറൽ ബോഡി ഇല്ല. പകരം അവിടെ എന്താ ഉള്ളത്? ജനറൽ കൗൺസിൽ. ജനറൽ കൗൺസിൽ എത്ര അംഗങ്ങളാ? 51. ബോർഡ് ഓഫ് മാനേജ്മെന്റിൽ എത്ര ആളുകളാ? 12. CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് ആരാ? MD. മാനേജിംഗ് ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. മാനേജിംഗ് ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. അദ്ദേഹം ഒരു സീനിയർ IAS ഓഫീസർ ആയിരിക്കണം. 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 ഇതാരാണ് ഈ യൂട്യൂബ് ഷെയറിംഗ് ഇട്ട ആള്? നിങ്ങൾ ദയവ് ചെയ്തിട്ടേ യൂട്യൂബ് ഷെയറിംഗ് ഒക്കെ ഒന്ന് ഒഴിവാക്കി പിടിക്കട്ടാ. വെറുതെ റിസ്ക് എടുപ്പിക്കല്ലേ എന്നെ കൊണ്ട് കേട്ടോ. ക്ലാസ് ഇങ്ങനെ ആ ഒരു രസത്തിൽ പോകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യല്ലേ കേട്ടോ. നിങ്ങൾ ക്യാഷ് എടുത്തിട്ടാണ് കൈമാർ എൻ്റെ കയ്യിൽ നിന്ന് ക്ലാസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ക്ലാസ്സിന്റെ ഫീസ് ചെറുതോ കൂടുതലോ എന്നുള്ളതല്ല, വളരെ ഫീ കുറച്ചിട്ടേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അതൊന്നുമല്ല ഇവിടുത്തെ കൺസിഡറേഷൻ. ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഈ ലൈവ് ഷെയറിങ് അതേപോലെ തന്നെ ലിങ്ക് വേറെയുള്ള ആളുകൾക്ക് വിട്ടുകൊടുക്കുക, അങ്ങനെയൊന്നും ചെയ്യണ്ട. ഇനി കുഴപ്പമൊന്നുമില്ല, ഞാൻ ഫീ വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾ ഫീ വാങ്ങിക്കും, എന്നിട്ട് വേണമെങ്കിൽ ഷെയർ ചെയ്ത്, നിങ്ങൾക്കൊന്നും കുഴപ്പമില്ല. ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ചെയ്തു വെച്ചിട്ട് എനിക്ക് തടസ്സമൊന്നുമില്ല, പക്ഷെ ഇതൊരു ക്ലാസ്സിന്റെ ഇടയിൽ വളരെ ഡിസ്റ്റർബിങ് ആണ്. ഞാനൊരു ക്ലാസ്
ഏയ് എന്താ കിടക്കണെന്ന് എനിക്കറിയില്ല. ഇതെന്താ സംഭവം എന്നറിയില്ല. യൂട്യൂബ് ഷെയർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്റെ സ്ക്രീനിൽ? ഒരു ലൈവ് ഷെയറിംഗ് ഓൺ യൂട്യൂബ്. നോട്ടിഫിക്കേഷൻ ഇത് ഏതോ ഒരാൾ ചെയ്താണ്, അല്ലാതെ ഞാൻ ഒരിക്കലും ഇത് ചെയ്തിട്ടില്ല. ഓക്കെ, അതെ അതെ, ആരോ ഒരാൾ ചെയ്താണ്, അല്ലാതെ ഞാനായിട്ട് ചെയ്തല്ല. എന്നോട് ആക്സെപ്റ്റ് ചെയ്യാം. ഇവിടെ നമ്മളെ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ വൈമാറിപ്പോണ്ട. NCDC, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. NCDC ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. അതുകൊണ്ട് അത് ജനറൽ കൗൺസിലാണ്. അവിടെ ജനറൽ ബോഡി ഇല്ല. 51 മെമ്പേഴ്സ്. ഈ 51 മെമ്പേഴ്സിന്റെ മുകളിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഒരു ഹോൾഡ് ഉണ്ടാവും. കാരണം ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ. സോ ആ ജനറൽ കൗൺസിൽ ആയിരിക്കും NCDCയുടെ പോളിസീസ് തീരുമാനിക്കുന്നത്. പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, പ്രോഗ്രാംസുകളൊക്കെ ഫിക്സ് ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ ജനറൽ കൗൺസിലായിരിക്കും. മെയിൻ കാര്യങ്ങളൊക്കെ, പോളിസികൾ, പ്രോഗ്രാമുകൾ, വലിയ വലിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ജനറൽ കൗൺസിലായിരിക്കും. ആ തീരുമാനിച്ച കാര്യങ്ങളെ നടപ്പിലാക്കുന്നത് ബോർഡ് ഓഫ് മാനേജ്മെന്റ് ആയിരിക്കും. ബോർഡ് ഓഫ് മാനേജ്മെന്റിൽ 12 ആളുകൾ. ആ ബോർഡ് ഓഫ് മാനേജ്മെന്റ് തീരുമാനിക്കുന്ന ആ പറയുന്ന കാര്യങ്ങളുടെയും ഡേ ടു ഡേ ആക്ടിവിറ്റീസുകൾ, ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങളെ ഷെഡ്യൂൾ ചെയ്യുന്നത് MD ആയിരിക്കും, മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കും. MD ആയിരിക്കും, മാനേജിംഗ് ഡയറക്ടർ. MD ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അയാൾ ഒരു IAS ഓഫീസർ ആയിരിക്കണം, സീനിയർ IAS ഓഫീസർ ആയിരിക്കണം. നിലവിലെ MDയുടെ പേരെന്ന് പറയുന്നത് ശ്രീ പങ്കജ് കുമാർ ബൻസൽ എന്നതാണ്. ശ്രീ പങ്കജ് കുമാർ ബൻസൽ. ശ്രീ പങ്കജ് കുമാർ ബൻസൽ. ശ്രീ പങ്കജ് കുമാർ ബൻസൽ, IAS. പ്രസന്റ് മാനേജിംഗ് ഡയറക്ടർ. പ്രസന്റ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ പങ്കജ് കുമാർ ബൻസൽ. 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 ഇനി ആ നോട്ട് ഒന്ന് വായിച്ചു നോക്കി മക്കളെ, മൊത്തത്തിലൊന്ന് വായിച്ചു നോക്കി, ഒന്ന് ടോട്ടലായിട്ടൊന്ന് വായിച്ചു നോക്ക്. കൂട്ടത്തില് ഒരു പോയിന്റ് കൂടെ പറയട്ടെ, എന്നിട്ട് വായിച്ചു നോക്കാം. NCDCയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്, NCDCയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്, പ്രസിഡന്റ് ഓഫ് NCDCയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആണ്. മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആണ്. പഴയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ എന്നാണ് കിട്ടുക. ഇപ്പോ 2021 മുതൽ 2021 ജൂലൈ മുതൽ സെൻട്രൽ കോപ്പറേറ്റീവ് മിനിസ്ട്രി ഫോം ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രസിഡന്റ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആയിട്ട് മാറുന്നത്. നിലവിലെ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് അമിത്ഷയാണ്. ഈ വരുന്ന ജൂൺ 4 തീയതിക്ക് ശേഷം പുതിയ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷനെ നമുക്ക് പരിചയപ്പെടാം. പിന്നീട് നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് അയാളായിരിക്കും പഠിക്കുക. ഇപ്പൊ നിങ്ങൾ തൽക്കാലം എന്ത് മാത്രം എഴുതി വെച്ചാൽ മതി, മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആണ് NCDCയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. NCDCയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആണ്. അത് മാത്രം ഇപ്പൊ നോട്ട് ചെയ്താൽ മതി. NCDCയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആണ്. NCDCയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആണ്. ആരാണ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ എന്നുള്ളത് നമുക്ക് ഈ 4 തീയതിക്ക് ശേഷം പഠിക്കാം. ഇപ്പൊ അത് അമിത്ഷയാണ്, ശ്രീ അമിത്ഷയാണ്. പുതിയ ഭരണസമിതി പാർലമെന്റിൽ പുതിയ സെൻട്രൽ മിനിസ്ട്രി വരും. അപ്പോൾ വരുമ്പോൾ ആരാണോ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ അത് വെച്ചിട്ട് നമുക്ക് ബാക്കി പഠിക്കാം. എൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത് മിക്കവാറും ശ്രീ അമിത്ഷ തന്നെ ആയിരിക്കും മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ. എന്തോ ആവട്ടെ, മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ അമിത്ഷയാണെങ്കിൽ നമുക്ക് സുഖമാണ്. കാരണം നമ്മൾ പഠിച്ചു വെച്ചത് എന്ത് ചെയ്യാൻ നിൽക്കണ്ട, ആദ്യം മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ അമിത്ഷയാണ്, ഇപ്പോൾ ഇന്ന ആളാണെന്ന് പഠിക്കാൻ നിൽക്കണ്ട. നമുക്ക് അദ്ദേഹത്തെ തന്നെ ആൻസർ ചെയ്ത് മുന്നോട്ട് പോവാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം 1 മാർക്ക് അത് മിസ്സാവരുത്, അത്രേ നമ്മൾ ആവശ്യമുള്ളൂ. ഓക്കെ, എനിവേ നന്നായിട്ട് പഠിക്കുക, ജോലി നേടുക. എന്നാലേ നമുക്ക് നമ്മളെ കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. NCDC, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി എന്ന് പറയുന്നത്, NCDC എന്ന് പറയുന്ന നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. അപ്പോൾ ചോദിക്കും, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി NCDC റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടോ? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി NCDC റെക്കമെൻഡ് ചെയ്തിട്ടില്ല. പകരം നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
സോ ആ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, NCDC ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ NCDC റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി എന്ന് പറയുന്നത് ഗോർവാല കമ്മിറ്റിയാണ്, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. അഥവാ 1956 സെപ്റ്റംബർ 1 നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ് എന്ന് പറയുന്ന വെയർഹൗസിംഗ് ബോർഡിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്യുന്നത് RBI അപ്പോയിന്റ് ചെയ്ത ഗോർവാല കമ്മിറ്റിയുടെ, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. സോ ആ കോപ്പറേറ്റീവ് ആൻഡ് ഡെവലപ്മെന്റ് വെയർഹൗസിംഗ് ബോർഡാണ് പിന്നീട് NCDC ആയിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് NCDC റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയും ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ആയിട്ട് മാറുന്നത്. ഇനി ഇന്നത്തെ ക്ലാസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പറയുകയാണെങ്കിൽ മക്കളെ ഒന്നുകൂടെ ശ്രദ്ധിക്കട്ടോ. ഇന്നത്തെ ക്ലാസ് ഇതുവരെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തവർക്കും ഇതുവരെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നെറ്റ് കണക്ഷൻ പോയവർക്കും ഇടയ്ക്ക് പോയി പിന്നെ വന്നവരും എല്ലാവർക്കും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ നോട്ട്ബുക്കിൽ ഇത്രയും പോയിന്റ്സ് കിടക്കുന്നില്ലെന്നൊന്നും കൂടെ നോക്കിക്കോ. NCDC നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ NCDC, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. NCDC എന്ന് പറയുന്നത് നോൺ ക്രെഡിറ്റ് സൊസൈറ്റികളുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ടറാണ്. അതോടൊപ്പം തന്നെ നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സുകളുടെ ടേക്ക് കെയറാണ്. അവരുടെ നോൺ ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസുകളൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നേരിട്ട് ക്രെഡിറ്റ് സൊസൈറ്റികളിലേക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്, ലോണുകളും സബ്സിഡിയറികളുമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കും അപ്പെക്സ് ഫെഡറേഷനിലേക്കാണ് കൊടുക്കുക. അവിടെ നിന്നാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, നോൺ ക്രെഡിറ്റ് സൊസൈറ്റികളിലേക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, NCDCയുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എത്തുന്നത്. എന്താവട്ടെ, NCDC എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. NCDC ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. 3rd 5-year പ്ലാനിലാണ് NCDC സ്ഥാപിക്കപ്പെടുന്നത്. NCDC ആക്ട് വരുന്നത് 1962 1962 26ാമത്തെ നമ്പർ ആയിട്ടാണ് NCDC ആക്ട് വരുന്നത്. 1962 അല്ലെ, 1962 26ാമത്തെ ആക്ട് ആയിട്ടാണ്. NCDCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. NCDC സ്ഥാപിക്കപ്പെട്ടത് 14 മാർച്ച് 1963 1963 14th 3rd 1963 ദെൻ പിന്നീട് പറയാനുള്ള ഒരു പോയിന്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NCDCയുമായി ബന്ധപ്പെട്ട് പിന്നീട് നമുക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് NCDCക്ക് 18 റീജിയണൽ ഓഫീസ് ഉണ്ട്. എഴുതിക്കോ, ആ പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ടില്ല. NCDCക്ക് 18 റീജിയണൽ ഓഫീസ് ഉണ്ട്. NCDCക്ക് 18 റീജിയണൽ ഓഫീസ് ഉണ്ട്. കേരളത്തില് തിരുവനന്തപുരത്താണ് NCDCയുടെ റീജിയണൽ ഓഫീസ് എന്ന് പറയുന്നത്. കേരളത്തില് 18 അല്ലല്ലോ, ശ്രദ്ധിക്കുക. കേരളത്തില് തിരുവനന്തപുരത്താണ് NCDCയുടെ റീജിയണൽ ഓഫീസ്. തിരുവനന്തപുരത്താണ് NCDCയുടെ റീജിയണൽ ഓഫീസ് എന്ന് പറയുന്നത്. ദെൻ അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു പോയിന്റ്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് കേരളത്തില് തിരുവനന്തപുരത്താണ് മൊത്തം 18 റീജിയണൽ ഓഫീസുകളുണ്ട്. NHBക്ക് എത്ര റീജിയണൽ ഓഫീസാണ് നമ്മൾ പറഞ്ഞിരുന്നത്? NHBക്ക് എത്ര റീജിയണൽ ഓഫീസാ? 15. കേരളത്തിലെ റീജിയണൽ ഓഫീസ് ഉണ്ടോ? ഇല്ല. ഓക്കെ. NCDCക്ക് കേരളത്തിൽ റീജിയണൽ ഓഫീസ് ഉണ്ട്. നെബാർഡിൽ എത്ര റീജിയണൽ ഓഫീസാ? 31. കേരളത്തിലെ റീജിയണൽ ഓഫീസ് ഉണ്ടോ? തിരുവനന്തപുരത്താണ്. നെബാർഡിന് കേരളത്തിൽ റീജിയണൽ ഓഫീസ് ഉണ്ട് കേട്ടാ, മാറിപ്പോരുത്. നെബാർഡിനുണ്ട്, NHBക്ക് ഇല്ല. NCDCക്ക് ഉണ്ട്, NHBക്ക് ഇല്ല, മാറിപ്പോരുത്. നമുക്ക് നാളെ വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ക്ലാസ്സിൽ 3 ടീമായിട്ട് തിരിക്കാം. ഒരു ടീമിന് NHB, ഒരു ടീം NCDC, ഒരു ടീംസ് നെബാർഡ്. ഒരു ടീം NCDC പറയട്ടെ, ഒരു ടീം നെബാർഡ് പറയട്ടെ. അങ്ങനെ മുന്നോട്ട് പോയേക്കും. നമുക്ക് നോക്കാം കേട്ടോ. ലൈവിൽ അതൊക്കെ പോസിബിൾ ആണോ എന്നൊരു ചോദ്യം കിടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, പോസിബിൾ ആണോ നോക്കാം. എനിവേ എന്തായാലും നാളെ എനിക്ക് ആ കമ്പാരിസൺ ചാർട്ട്, നാളെയല്ല ഇന്ന് തന്നെ എനിക്ക് ആ കമ്പാരിസൺ ചാർട്ട് എത്തിക്കണം. അതാരും വൈകിക്കണ്ട. ഇന്ന് പറ്റാത്ത ആളുകൾ നാളെ എന്തായാലും ഇടണം. NCDC നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 3rd 5-year പ്ലാനിലാണ് വന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ 1963 മാർച്ച് 14 വന്നതെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ NCDCക്ക് ജനറൽ കൗൺസിലാണ്, ജനറൽ ബോഡി അല്ല എന്ന് പറഞ്ഞു. അതൊരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്.
അഥവാ അതൊരു കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനോ അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അതല്ലെങ്കിൽ ഒരു നോൺ ബാങ്കിങ് ഫിനാൻസിങ് കമ്പനിയോ ഒരു ബാങ്കിങ് കമ്പനിയോ ഒന്നുമല്ല, അതൊരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക. NCDCയുടെ തുടക്കം, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ തുടക്കം എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോം ചെയ്ത 1956 സെപ്റ്റംബർ 1 ഫോം ചെയ്ത നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൌസിംഗ് ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻസിൽ നിന്നാണ്. അതാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, 2 കോർപ്പറേഷനുകളായിട്ട് തിരിയുന്നത്. ഒന്ന് NCDC എന്ന് പറയുന്ന കോർപ്പറേഷനും മറ്റൊന്ന് സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിട്ട് മാറുന്നു. കുറച്ച് പോർഷൻ FCI ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ മൈഗ്രേറ്റ് ചെയ്യുന്നു, മെർജ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഈ 51 ജനറൽ കൗൺസിലിൽ 12 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണുള്ളത്. ഈ 12 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നിന്ന് പിന്നീട് MDയെ സെലക്ട് ചെയ്യുന്നു. മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ജനറൽ കൗൺസിലുള്ള ആള് തന്നെയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു IAS ഓഫീസർ ആയിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ബൻസൽ, ശ്രീ പങ്കജ് കുമാർ ബൻസൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. ശ്രീ പങ്കജ് കുമാർ ബൻസൽ IAS എന്ന് പറയുന്ന വ്യക്തിയാണ് NCDCയുടെ പ്രസന്റ് MD എന്ന് പറയുന്നത്. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. നാളത്തെ ക്ലാസ്സോടുകൂടെ നമ്മൾ NCDC തീരും. അപ്പോ NCDC നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ത് മറന്നാൽ ഇത് മറക്കരുത്, അതൊരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. ഓക്കെ, നിങ്ങളെ കയ്യിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കേരഫെഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് നോക്കുള്ളൂ. അതിനകത്ത് ഈ ക്വസ്റ്റ്യൻ സെയിം ആയിട്ട് കിടക്കുന്നുണ്ട്. NCDC എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം കിടക്കുന്നുണ്ട്. എനിവേ NCDC എന്ന് പറയുന്ന ഓപ്ഷൻ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പ് സമയമുണ്ട്, നമുക്ക് 2-3 മിനിറ്റ് കൂടെ ഒക്കെ ഉണ്ട്. ആരെങ്കിലും ഒരാൾ NCDC ഒന്ന് പെട്ടെന്ന് പറഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സന്തോഷത്തോടു കൂടെ ഇന്നത്തെ ദിവസം നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവരോടും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് പറയാം. എനിവേ ആരാ ഒന്ന് പറയാ, ഒന്ന് തുടക്കം മുതൽ NCDC ഒന്ന് ടോട്ടലി ഒന്ന് പെട്ടെന്ന് പറയുന്ന ആരാ, പറഞ്ഞോളൂ. ആരാണെങ്കിലും കുഴപ്പമില്ല. ഞാനായിട്ട് പേര് വിളിക്കണോ അതോ നിങ്ങളായിട്ട് പറയണോ? നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അത് എന്തിനു വേണ്ടി ഫോം ചെയ്തു എന്ന് ചോദിച്ചു.